Hi, hello, my dear students. My dear children, we are starting part 4 class of our chapter Wealth and the World. Chapter 4. പ്രിയപ്പെട്ട കുട്ടികളെ, നമ്മുടെ ചാപ്റ്റർ 4 ആണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ സോഷ്യൽ സയൻസ് 1, അതായത് ഹിസ്റ്ററിയുടെ 4th ചാപ്റ്റർ. നമ്മുടെ സെക്കൻഡ് ടൈം എക്സാമിന് ഇതിൽ നിന്നും ക്വസ്റ്റ്യൻസ് തീർച്ചയായും വരും. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, വെൽത്ത് ആൻഡ് ദ വേൾഡ് എന്നുള്ള ചാപ്റ്ററിൻ്റെ ഒരു 3 ക്ലാസ്സുകൾ ഓൾറെഡി നമ്മുടെ ചാനലിൽ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അതിൽ തേർഡ് ക്ലാസ്സിൽ നമ്മൾ എന്താണ് പഠിച്ചത്? ലാസ്റ്റ് പഠിച്ചത് ഞാനൊന്ന് നിങ്ങളെ ഓർമ്മിപ്പിക്കാം. അതായത് നമ്മുടെ കൊളോണിയൽ പോളിസീസ് ഓഫ് പോർച്ചുഗൽ, സ്പെയിൻ ആൻഡ് ഇംഗ്ലണ്ട്, ഇതാണ് നമുക്ക് പഠിക്കേണ്ടത്. അതിൽ കൊളോണിയൽ പോളിസീസ് ഓഫ് പോർച്ചുഗലാണ് നമ്മൾ പഠിച്ചു വെച്ചിരിക്കുന്ന ലാസ്റ്റ്. ഓക്കെ, ഇന്ന് നമ്മൾ തുടങ്ങാൻ പോകുന്നത് കൊളോണിയൽ പോളിസീസ് ഓഫ് സ്പെയിൻ ആൻഡ് ഇംഗ്ലണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായിരുന്നു നമ്മൾ പോർച്ചുഗലിൻ്റെ കൊളോണിയൽ പോളിസിയിൽ നമ്മൾ എന്തൊക്കെ പോയിന്റ്സാണ് കണ്ടത്? ദേ വാണ്ടഡ് ടു സ്റ്റോപ്പ് ദ ട്രേഡ് ബിറ്റ്വീൻ ഇന്ത്യ ആൻഡ് അറബ് ട്രേഡ്. ദേ വാണ്ടഡ് ടു ക്ലോസ് ഓർ സ്റ്റോപ്പ് ദ അറബ് ട്രേഡ് വിത്ത് ഇന്ത്യ. ഓക്കെ, ഫസ്റ്റ് അതായിരുന്നു അവരുടെ പോളിസി. സെക്കൻഡ് പോളിസി എന്തായിരുന്നു അവരുടെ? ദേ വാണ്ടഡ് ടു ഒബ്റ്റെയിൻ ദ മൊണോപ്പൊളി ഓഫ് ട്രേഡ് ഇൻ ഇന്ത്യ, എസ്പെഷ്യലി ദ ട്രേഡ് ഓഫ് പെപ്പർ ആൻഡ് അതർ സ്പൈസസ്. ഓക്കെ, അപ്പോൾ മൊണോപ്പൊളി, അതായത് മൊണോപ്പൊളി നമ്മൾ എപ്പോഴും ഉപയോഗിക്കുന്ന ഒരു വാക്കാണ്. അതിൻ്റെ മലയാളം നിങ്ങൾക്കറിയാവോ? കുത്തക. അതായത് അവർ മാത്രം മതി, അവർ മാത്രം അതിൻ്റെ പേപ്പറിൻ്റെയൊക്കെ ട്രേഡ് അവർ പിടിച്ചെടുക്കുക, അവരുടെ മാത്രം മൊണോപ്പൊളിയാക്കി മാറ്റുക. അതായിരുന്നു അവരുടെ രണ്ടാമത്തെ പോളിസി. മൂന്നാമത്തെ അവരുടെ പോളിസി എന്താണ്? ടു എക്സ്പെൽ അതർ യൂറോപ്യൻ നേഷൻസ് ഫ്രം ദ ട്രേഡ് ഓഫ് സ്പൈസസ് ഓർ പെപ്പറിൻ്റെയും സ്പൈസസിൻ്റെയൊക്കെ ട്രേഡിൽ നിന്നും മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളെയും എക്സ്പെൽ ചെയ്യുക, അതായത് അവരെയും മാറ്റിയിട്ട് ഇവർ മാത്രമാകുക. ഈ 3 പോളിസീസാണ് നമ്മൾ അവിടെ പഠിച്ചത്. ഇന്ന് നമുക്ക് നമ്മുടെ ചാപ്റ്ററിലേക്ക് കയറാം. ഇന്ന് നമ്മൾ പഠിക്കുന്നത് വാട്ട് വിയർ ദ കൊളോണിയൽ പോളിസീസ് ഓഫ് സ്പെയിൻ ആൻഡ് ഡച്ച്. ഡച്ച് എന്ന് പറയുന്നത് ഏത് നാട്ടിൽ നിന്ന് വന്നവരാ? നെതർലാൻഡ് എന്ന് പറയുന്ന നാട്ടിൽ നിന്ന് വന്ന ആളുകളാണ് നമ്മൾ ഡച്ച് എന്ന് പറയുക. സോ വാട്ട് വിയർ ദ കൊളോണിയൽ പോളിസീസ് ഓഫ് സ്പെയിൻ ആൻഡ് ഡച്ച്. സ്പെയിനിൻ്റെയും ഡച്ചിൻ്റെയും കൊളോണിയൽ പോളിസീസ് എൻറ്റയർലി ഡിഫറെൻറ്റാണ്. ഇപ്പം നമ്മൾ പഠിക്കാൻ പോവുക. സ്പെയിൻകാർ എന്താണോ ചെയ്തത്, എന്താണോ അവരുടെ കൊളോണിയൽ പോളിസി, അതിൻ്റെ ഓപ്പോസിറ്റാണ് ഡച്ച്. സ്പെയിൻ ഗവേൺഡ് ഇറ്റ് കോളനീസ് ഡയറക്ട്ലി അണ്ടർ ദ അതോറിറ്റി ഓഫ് ദ കിങ്, focusing on extracting as much gold and silver as possible from the America to enrich the kingdom. So the Spain, they made colonies in America, North America and South America. നമ്മൾ ലാറ്റിൻ അമേരിക്ക എന്നുള്ള ഒരു വേർഡ് പഠിച്ചപ്പോൾ ടീച്ചർ പറഞ്ഞായിരുന്നു, സ്പെയിൻകാരുടെ കോളനികൾ അമേരിക്കയിലുണ്ടായിരുന്നു. അപ്പോൾ പിന്നീട് സ്പെയിൻ കോളനികളാണ് നമ്മൾ ഈ ലാറ്റിൻ അമേരിക്ക എന്നുള്ള പേരിലൊക്കെ അറിയപ്പെടുന്നത്. അല്ലാതെ അതൊരു മൂന്നാമത്തെ ഒരു കോണ്ടിനെൻറ്റോ ഒരു പുതിയ ഒരു അമേരിക്കയോ അല്ല ലാറ്റിൻ അമേരിക്ക എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞതാണ്. അപ്പോൾ സ്പെയിനിന് കൂടുതലും കോളനികൾ ഉണ്ടായിരുന്നത് അമേരിക്കയിലാണ്. അപ്പോൾ അവരെന്തിനാണ് അവരുടെ കോളനികൾ ഉപയോഗിച്ചത്? ദേ ഡയറക്ട്ലി ഗവേൺ ദ കോളനീസ്. their king or the emperor of Spain directly govern the colonies, and they extract as much gold and silver as possible from America and they enrich their kingdom. അപ്പോൾ എത്രമാത്രം ഗോൾഡും സിൽവറും അമേരിക്കയിൽ നിന്നും എക്സ്ട്രാക്റ്റ് ചെയ്തെടുക്കാമോ അത്രയും സ്പെയിൻകാർ എടുക്കുകയും അത് അവരുടെ കിങ്ഡത്തെ എൻറിച്ച് ചെയ്യാൻ, അവരുടെ കിങ്ഡത്തിൽ കൊണ്ടുപോയി അവരുടെ കിങ്ഡത്തെ മോടി പിടിപ്പിക്കാൻ അത് ഉപയോഗിക്കുകയും ചെയ്തു. സോ ദ സ്പാനിഷ് കിങ് ദേ യൂസ് ദ വെൽത്ത് ദസ് ഏൺ ടു ബിൽഡ് ആൻഡ് റിനോവേറ്റ് പാലസസ്. അപ്പോൾ അവിടെ വലിയ കൊട്ടാരം പണിയാനും അവരുടെ ബിൽഡിങ്സ് ഒക്കെ ഉണ്ടാക്കാനും അവരുടെ പാലസസ് റിനോവേറ്റ് ചെയ്യാനും അവിടെ ഈ കൊണ്ടുപോകുന്ന ഗോൾഡും സിൽവറും ഒക്കെ അതിനുവേണ്ടി യൂസ് ചെയ്യുകയായിരുന്നു അവർ ചെയ്തത്. അപ്പോൾ അത് വളരെ എന്താണ്, ഒരു ഇക്കണോമിക് ബേസിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ അതൊരു ഫൂളിഷ്നെസ്സാണ്. നമ്മൾ ഉണ്ടാക്കുന്ന പൈസ, നമ്മൾ ട്രേഡിലൂടെയൊക്കെ ഉണ്ടാക്കുന്ന പൈസ നമ്മൾ കെട്ടിടം പണിയാനും പാലസ് പണിയാനും അത് റിനോവേറ്റ് ചെയ്യാനും ഒക്കെ ഉപയോഗിച്ചാൽ എന്ത് സംഭവിക്കും? അത് ഡെഡായി പോകും, ഡെഡ് മണി ആയി പോകും. അപ്പോൾ സത്യം പറഞ്ഞാൽ ഈ സ്പെയിൻകാർ ബുദ്ധിയില്ലാത്തവരായിരുന്നു അല്ലേ?
അവർ ബുദ്ധിയില്ലാത്തവരായിരുന്നു. അവരിവിടുന്ന് കിട്ടിയ ഗോൾഡും ദേ എക്സ്ട്രാക്ട് ആസ് മച്ച് ഗോൾഡ് ആൻഡ് സിൽവർ ഫ്രം അമേരിക്ക, their colony, and they use their king use this money for renovating their palaces and build huge buildings. But what about Dutch? The Dutch conducted their colonial trade through joint stock company. അവർ ഡച്ചുകാർ കുറച്ചുകൂടി ബുദ്ധിപരമായിട്ട് പ്രവർത്തിക്കുന്നു. നോക്കിക്കേ, ദേ ദേ കണ്ടക്റ്റഡ് their colonial trade through joint stock company. They started joint stock companies. എന്താ ഈ ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനി എന്ന് പറഞ്ഞാൽ? പല ആളുകളിൽ നിന്നും രൂപ മേടിച്ചുകൊണ്ട് ഒരു കമ്പനി ഉണ്ടാക്കുക, അല്ലേ? അപ്പോൾ എല്ലാവരും അതിനകത്ത് അവരുടെ വിഹിതം ഇടണം. അങ്ങനെ പൈസ മറ്റുള്ളവർ അതായത് എൻ്റർപ്രണേഴ്സിൻ്റെ കയ്യിൽ നിന്നും പണം വാങ്ങിക്കൊണ്ട് ഒരു ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനി ഉണ്ടാക്കുകയും അങ്ങനെ ആ കമ്പനിയുടെ നേതൃത്വത്തിൽ ഈ ട്രേഡൊക്കെ കണ്ടക്ട് ചെയ്യുകയും ചെയ്തു. അല്ലാതെ ഡച്ച് കിങ് നേരിട്ടല്ലായിരുന്നു ഈ പറയുന്ന ട്രേഡ് കാര്യങ്ങളൊക്കെ നടത്തിയിരുന്നത്. ദ ഡച്ച് കണ്ടക്റ്റഡ് ദെയർ കൊളോണിയൽ പോളിസി ട്രേഡ് ത്രൂ ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനീസ്. Netherlands reinvest their profit back into their business. That is also another good thing. This Dutch people or this Netherlands people, Dutch, Netherlands all are same. Netherlands people, they reinvested their profit. അവർക്ക് കിട്ടുന്ന പ്രോഫിറ്റ് ഒക്കെ അവർ എന്തിലേക്കിടും? അവരുടെ ട്രേഡിലേക്ക് തന്നെ അത് റീഇൻവെസ്റ്റ് ചെയ്യും. റീഇൻവെസ്റ്റ് ദെയർ പ്രോഫിറ്റ് ബാക്ക് ഇൻ ടു ദെയർ ബിസിനസ്. സോ ദാറ്റ് ഈസ് മോർ എഫക്റ്റീവ് ദാൻ ദ പോളിസീസ് ഓഫ് സ്പെയിൻ. അപ്പോൾ സ്പെയിനിൻ്റെ പോളിസി ഒന്നായിരുന്നു, ഡച്ചുകാരുടെ പോളിസി മറ്റൊന്നായിരുന്നു. അവർ ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനി ഉണ്ടാക്കി അവരാണ് ട്രേഡ് നടത്തുക. അപ്പോൾ പല ആളുകൾ അതിനകത്ത് ഷെയർ എടുക്കുകയും ആ ഷെയർ ഹോൾഡേഴ്സ് എല്ലാം ആ കമ്പനിയുടെ ഓണേഴ്സായിട്ട് വളരെ ബുദ്ധിപൂർവ്വം അവർ കാര്യങ്ങൾ നടത്തി. അവർക്ക് കിട്ടുന്ന പ്രോഫിറ്റ് കൊണ്ടുപോയി പാലസ് പണിയുകയല്ലായിരുന്നു, പിന്നെ എന്ത് ചെയ്തു? ദേ റീഇൻവെസ്റ്റ് ബാക്ക്. അപ്പോൾ ഇത് പ്രത്യേകം ഓർത്തോണേ. അപ്പോൾ അതൊരു പ്രത്യേകതയാണ്. അപ്പോൾ നമ്മൾ 3 കൂട്ടരുടെ പഠിച്ചു. ഇനി ഇംഗ്ലീഷിൻ്റെ നമ്മൾ പഠിക്കാൻ പോവുക, ഇംഗ്ലണ്ടുകാരുടെ നമ്മൾ പഠിക്കാൻ പോവുക. അപ്പോൾ പോർച്ചുഗൽ പഠിച്ചു, സ്പെയിൻ പഠിച്ചു, ഡച്ച് പഠിച്ചു. ഓക്കെ, ദെൻ വാട്ട് വെയർ ദ കോൺസിക്വൻസസ് ഓഫ് യൂറോപ്യൻ കൊളോണലൈസേഷൻ ഓൺ നേറ്റീവ് പോപ്പുലേഷൻ? അപ്പോൾ ഇന്ത്യയിലാണെങ്കിലും അമേരിക്കയിലാണെങ്കിലും ആഫ്രിക്കയിലാണെങ്കിലും യൂറോപ്യൻ പവേഴ്സ് കോളനികൾ സ്ഥാപിക്കുകയും അവിടെ അവരെ പൊളിറ്റിക്കൽ, സോഷ്യൽ, അതുപോലെ തന്നെ ഇക്കണോമിക് സൂപ്രമസി അവരവിടെ എസ്റ്റാബ്ലിഷ് ചെയ്യുകയൊക്കെ ചെയ്തു, ട്രേഡ് നടത്തി. അതുകൊണ്ട് ഈ നേറ്റീവ് പീപ്പിളിനെ, അതായത് ഈ ഇന്ത്യയിലെ ആളുകൾക്ക് ആഫ്രിക്കയിലെ നേറ്റീവ്സ്, അതായത് അവിടുത്തെ കറുത്ത വർഗ്ഗക്കാർക്ക്, ഇന്ത്യയിലെ നേറ്റീവ്സിനെ അമേരിക്കയിലെ നേറ്റീവ്സ്, നമുക്കറിയാം അമേരിക്കയിലും ട്രൈബൽ പീപ്പിൾ ഉണ്ടായിരുന്നു, അവിടെ നേറ്റീവ്സ് ഉണ്ടായിരുന്നു. ആ നേറ്റീവ്സിനെ ഇൻകാസ്, അസ്റ്റക്, ടോട്ടക് എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടില്ലേ? അവരൊക്കെ അവിടുത്തെ, അതുപോലെ തന്നെ ക്രിസ്റ്റഫർ കൊളംബസ് അവിടെ ചെന്നപ്പോൾ നോർത്ത് അമേരിക്കയിൽ ചെന്നപ്പോൾ കണ്ട അവിടുത്തെ ട്രൈബൽസിനെ അദ്ദേഹം എന്താ വിളിക്കുക? റെഡ് ഇന്ത്യൻസ് എന്നാണ് വിളിച്ചത്. കാരണം ഇന്ത്യയാണെന്ന് അദ്ദേഹം എന്താണ് മിസ്റ്റേക്ക് ചെയ്ത് അദ്ദേഹം അങ്ങനെ ചിന്തിച്ചു. സോ റെഡ് ഇന്ത്യൻസ്. അപ്പം നോർത്ത് അമേരിക്കയിൽ റെഡ് ഇന്ത്യൻസ് ഉണ്ടായിരുന്നു, സൗത്ത് അമേരിക്കയിൽ ഇൻകാസും അസ്റ്റക്കും ടോട്ടക്കും ഒക്കെ ഉണ്ടായിരുന്നു. ഈ ട്രൈബൽ പീപ്പിളിനെ വാട്ട് ഹാപ്പൻഡ്? എന്ത് സംഭവിച്ചു അല്ലേ? വാട്ട് വാസ് ദ കോൺസിക്വൻസസ് ഓഫ് യൂറോപ്യൻ കൊളനൈസേഷൻ ഓൺ നേറ്റീവ് പോപ്പുലേഷൻ? ഒന്നാമത്തെ നോക്കിക്കേ, സ്ലേവറി ആൻഡ് സ്ലേവ് ട്രേഡ് ഇൻ ആഫ്രിക്ക. This colonial masters or this European people, they started slavery system in Africa. They started the slave trade also. Slave trade വളരെ മോശമായി പോയി. ഈ സ്ലേവ്സിനെ മൃഗങ്ങളെ വിൽക്കുന്ന പോലെയും വാങ്ങുന്ന പോലെയും സ്ലേവ് ട്രേഡ് തുടങ്ങി. ആഫ്രിക്കയിൽ വന്ന സ്ലേവ്സിനെ പണം കൊടുത്ത് വാങ്ങി അവർ അമേരിക്കയിലേക്ക് കൊണ്ടുപോയി അവിടെ പ്ലാന്റേഷൻ നടത്തുകയും അവിടെ വർക്കേഴ്സായിട്ട് ഇവരെ അടിമപ്പണി ചെയ്യുകയും ചെയ്തു. സോ നേറ്റീവ് പീപ്പിളിനെ, പ്രത്യേകിച്ച് ആഫ്രിക്കയിലെ നേറ്റീവ്സിനെ എന്താണ് സംഭവിച്ചത്? സ്ലേവ് ട്രേഡ്. ദെൻ വെൽത്ത് വാസ് എക്സ്ട്രാക്റ്റഡ് ഫ്രം ദ കോളനീസ് ആൻഡ് ഫ്ലോഡ് ഇൻറ്റു യൂറോപ്യൻ കൺട്രീസ്. വെൽത്ത്, സിൽവർ, ഗോൾഡ്, ഓൾ വെൽത്ത്സ് എക്സ്ട്രാക്റ്റഡ് ഫ്രം ദ കോളനീസ് വെയർ ഫ്ലോഡ് ഇൻ ടു യൂറോപ്യൻ കൺട്രീസ്. കണ്ടോ? അതായത് നേറ്റീവ്സിന് ഒരു ഗുണവും, ഇപ്പം ആഫ്രിക്കയിൽ നിന്ന് ധാരാളം ഗോൾഡും സിൽവറും ഒക്കെ അവർ എക്സ്ട്രാക്ട് ചെയ്തെടുത്തു, മൈൻ ചെയ്തെടുത്തു. പക്ഷേ അതൊന്നും ആഫ്രിക്കൻ പീപ്പിളിന് അതിൻ്റെ ഒരു ഗുണവും കിട്ടിയില്ല, ഒരു രീതിയിലും അവർക്കത് കിട്ടിയില്ല. മുഴുവൻ എങ്ങോട്ട് ഫ്ലോ ചെയ്തു പോയി? മുഴുവനും യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് ഫ്ലോ ചെയ്തു പോയി. അതിൻ്റെ ഫലവും അനുഭവിച്ചത് യൂറോപ്യന്മാരെ. പാവം പിടിച്ച ഈ നേറ്റീവ്സിന് ഇതിനൊന്നും കിട്ടിയില്ല. ഓക്കെ, നേറ്റീവ്സ് ലോസ് ദെയർ ഇക്കണോമിക് ആൻഡ് പൊളിറ്റിക്കൽ റൈറ്റ്സ് ഓവർ ദെയർ ഓൺ റീജിയൻ. സ്വന്തം രാജ്യത്തിലെ ഇക്കണോമിക് ആൻഡ് പൊളിറ്റിക്കൽ റൈറ്റ് അവർക്ക് നേറ്റീവ്സിന് ഒരു പൊളിറ്റിക്കൽ റൈറ്റും ഇല്ല.
അവർക്ക് ഒരു ഇക്കണോമിക് റൈറ്റും ഇല്ല. അവർ വെറും സ്ലേവ്സായി മാറി. നേറ്റീവ്സ് ലോസ്റ്റ്. എന്താണ് ലോസ്റ്റ് എന്നുള്ള വാക്കിൻ്റെ അർത്ഥം എല്ലാവർക്കും അറിയാം. നഷ്ടപ്പെട്ടു പോയി. എന്തൊക്കെ നഷ്ടപ്പെട്ടു? എക്കണോമിക് റൈറ്റ്, പൊളിറ്റിക്കൽ റൈറ്റ്. ഓക്കെ. ഇൻഡിജിനസ് കൾച്ചർ ഇൻ ദ കോളനീസ് ഫേസ്ഡ് ഡിസ്ട്രക്ഷൻ. എന്താണ് ഈ ഇൻഡിജിനസ് കൾച്ചർ? അവരുടെ സ്വന്തമായ കൾച്ചർ. ഇപ്പോൾ ഇൻകാസിനും അസ്റ്റക്കിനും ടോർട്ടക്കിനും ഒക്കെ അവരുടേതായ ചില കൾച്ചർ ഉണ്ടായിരുന്നു. അവരൊക്കെ ട്രൈബൽസ് അല്ലേ. അതുപോലെ ഈ പറയുന്ന നമ്മുടെ റെഡ് ഇന്ത്യൻസിനെ, അവർക്കൊക്കെ അവരുടേതായ കൾച്ചർ ഉണ്ടായി. അവരുടെ ചില പ്രാക്ടീസസ് ഉണ്ടായി. അവരുടെ ചില റിലീജിയസ് വ്യൂസ് ഉണ്ടായി. ഇതെല്ലാം നഷ്ടപ്പെട്ടു പോയി. ഇൻഡിജിനസ് കൾച്ചേഴ്സ് ഇൻ ദ കോളനീസ് ഫേസ്ഡ് ഡിസ്ട്രക്ഷൻ. വെസ്റ്റേൺ ലൈഫ് സ്റ്റൈൽ ആൻഡ് പ്രാക്ടീസസ് സ്പ്രെഡ് അക്രോസ് ദ കോളനി. വെസ്റ്റേൺ രീതിയിലുള്ള ലൈഫ് സ്റ്റൈൽ കോളനികളിലും തുടങ്ങി. ഇംഗ്ലീഷുകാർ ഡ്രസ്സ് ചെയ്യുന്നത് പോലെ, ഇംഗ്ലീഷുകാർ ഭക്ഷണം കഴിക്കുന്നത് പോലെ, ഇംഗ്ലീഷ് ഭാഷ, ഇംഗ്ലീഷ് പോലും ഈ പറയുന്ന ട്രൈബൽസൊക്കെ നേരിട്ടങ്ങ് പഠിച്ചു. നമ്മുടെ ഇന്ത്യയിൽ തന്നെ നിങ്ങൾ നോക്കിയാൽ മതി. നമ്മുടെ നോർത്ത് ഈസ്റ്റിലേക്ക് ഒന്ന് പോയി നോക്കണം. അവിടെയുള്ള ഈ മണിപ്പൂർ, മേഘാലയ, നാഗാലാൻഡൊക്കെ പോലുള്ള നാഗാസും മണിപ്പൂരികളും ഒക്കെ പറയുന്ന ഇംഗ്ലീഷ് കേട്ടാൽ നമ്മൾ അത്ഭുതപ്പെടും, ഞെട്ടും. കാരണം എന്താ? അവിടെ ചെന്ന മിഷണറിമാരെ അല്ലെങ്കിൽ ഈ വെസ്റ്റേൺ പീപ്പിൾ അവർക്കുണ്ട ആ ഒരു ട്രൈബൽ ലാംഗ്വേജ് ഉണ്ടല്ലോ, അതിന് പ്രത്യേകിച്ച് ലിപിയൊന്നുമില്ല, എഴുതാനൊന്നും പറ്റുകയില്ല. അപ്പോൾ ഈ ചെന്ന വെസ്റ്റേൺ മിഷണറീസ്, പ്രത്യേകിച്ച് ഈ ഇംഗ്ലീഷ് മിഷണറീസൊക്കെ എന്താണ് ചെയ്തത്? അവർ നേരിട്ട് ഈ ഇംഗ്ലീഷ് അങ്ങ് പഠിപ്പിച്ചു. അതുകൊണ്ട് ഈ മണിപ്പൂരികളും നമ്മുടെ നാഗാലാൻഡുകാരും ഒക്കെ പറയുന്ന ഇംഗ്ലീഷ് എന്ന് പറയുന്നത് ബ്രിട്ടീഷുകാർ പറയുന്ന പോലെ അല്ലെ അമേരിക്കക്കാർ പറയുന്ന പോലുള്ള ഇംഗ്ലീഷ് അവർ പറയുന്നത്. എന്തുകൊണ്ടാണ്? സത്യത്തിൽ അവരെ നേരിട്ട് ഇംഗ്ലീഷ് അങ്ങ് പഠിച്ചു. എന്ന് പറഞ്ഞതുപോലെ ഈ ആഫ്രിക്ക, അമേരിക്ക പോലെയുള്ള രാജ്യങ്ങളിലും ഒക്കെ അന്ന് കാലത്തെ വെസ്റ്റേൺ ലൈഫ് സ്റ്റൈൽ, വെസ്റ്റേൺ ലാംഗ്വേജ്, ദെയർ ഫുഡ് സ്റ്റൈൽ ആൻഡ് ഡ്രസ്സിങ് പാറ്റേൺസ് ആൻഡ് പ്രാക്ടീസസ് സ്പ്രെഡ് അക്രോസ് ദ കോളനി. അതെല്ലാം അതുപോലെ ഇവരങ്ങ് സ്വീകരിച്ചു. ഓക്കെ. നമ്മുടെ മണിപ്പൂരികളൊക്കെ അതുപോലെ കേട്ടോ. അവരുടെ ചർച്ചിലൊക്കെ പോകുമ്പോൾ നേരെ വെസ്റ്റേൺ രീതിയിലുള്ള കോട്ടും സ്യൂട്ടും ഒക്കെ ഇട്ട് അവർ പോകുന്നതൊക്കെ. അപ്പം നേരിട്ടങ്ങ് പഠിച്ചു. എന്ന് പറഞ്ഞതുപോലെ അമേരിക്കയിലും ആഫ്രിക്കയിലും ഒക്കെ സംഭവിച്ചു. ദേ സ്റ്റാർട്ടഡ് ടു യൂസ് ദ വെസ്റ്റേൺ ലൈഫ് സ്റ്റൈൽ. ക്രിസ്ത്യാനിറ്റി വാസ് പ്രൊപ്പഗേറ്റഡ് ഇൻ കൊളോണിയൽ റീജിയൻ. എല്ലാ കോളനികളിലും, അത് ആഫ്രിക്കയിലാണെങ്കിലും അമേരിക്കയിലാണെങ്കിലും ഇന്ത്യയിലാണെങ്കിലും ക്രിസ്ത്യാനിറ്റി സ്പ്രെഡ് ചെയ്തു. കാരണം ഈ യൂറോപ്യന്മാരെ അവരുടെ ട്രേഡിന് വേണ്ടി കോളനികൾ സ്ഥാപിക്കാൻ വേണ്ടി പോകുമ്പോൾ മിഷണറീസിനെയും കൂടെ കൊണ്ടുപോകും. അപ്പോൾ ക്രിസ്ത്യാനിറ്റി സ്പ്രെഡ് ചെയ്യുക അവരുടെ ഒരു വ്യൂ തന്നെയായിരുന്നു, അവരുടെ ഒരു എയിമായിരുന്നു. സോ ക്രിസ്ത്യാനിറ്റി വാസ് പ്രൊപ്പഗേറ്റഡ് ഇൻ കൊളോണിയൽ റീജിയൻസ്. എല്ലാ കോളനികളിലും ക്രിസ്ത്യാനിറ്റി സ്പ്രെഡ് ചെയ്തു. അപ്പോൾ സ്ലേവറി, വെൽത്ത് എല്ലാം ഇംഗ്ലണ്ടിലേക്ക് ഫ്ലോ ചെയ്തു പോയി. നേറ്റീവ്സിന് അവരുടെ എന്തെല്ലാം ലോസ്റ്റായി? അവരുടെ കൾച്ചർ, അവരുടെ ഇക്കണോമിക് റൈറ്റ്, പൊളിറ്റിക്കൽ റൈറ്റ്, ഓൾ ദീസ് തിങ്സ് ലോസ്റ്റ്. ആൻഡ് വെസ്റ്റേൺ ലൈഫ് സ്റ്റൈൽ അതുപോലെ ഇവിടേക്ക് സ്പ്രെഡായി, ക്രിസ്ത്യാനിറ്റി സ്പ്രെഡായി. ദീസ് ആർ ദ കോൺസിക്വൻസസ് ഓഫ് കൊളോണിയൽ യൂറോപ്യൻ കൊളോണിയലൈസേഷൻ ഇൻ ദ ഓൺ നേറ്റീവ് പീപ്പിൾ. ഓക്കെ, ഇതങ്ങ് പഠിച്ചോണേ. ഇനി നമ്മൾ പുതിയ നല്ല നല്ല 2 കീ വേർഡുകൾ പഠിക്കാൻ പോവുകയാണ്. ഒന്നാമത്തത് മെർച്ചൻ്റ് ക്യാപിറ്റലിസം, ഇൻഡസ്ട്രിയൽ ക്യാപിറ്റലിസം. നിങ്ങളുടെ ചെറിയ ക്ലാസ്സുകളിൽ, അതായത് 8ലും 9ലും ഒക്കെ നിങ്ങൾ ക്യാപിറ്റലിസം, സോഷ്യലിസം, മിക്സ്ഡ് ഇക്കോണമി ഒക്കെ പഠിച്ചിട്ടുണ്ട് അല്ലേ? എന്താണ് ക്യാപിറ്റലിസം? പ്രൈവറ്റ് എൻ്റർപ്രണേഴ്സ്, പ്രൈവറ്റൈസേഷൻ, പ്രൈവറ്റ് ഫേംസ്, പ്രൈവറ്റ് പ്രൊഡക്ഷൻ, അതെല്ലാം വരുന്ന ഒരു സിസ്റ്റമാണ് ക്യാപിറ്റലിസം. എല്ലാം പ്രൈവറ്റ് ആണ് അവിടെ മെയിൻ. പബ്ലിക്കിന് ഒരു സ്ഥാനവും ഇല്ല. പബ്ലിക്കിനെ മാറ്റി നിർത്തി പ്രൈവറ്റ് കാര്യങ്ങൾക്ക്, അല്ലാതെ പ്രൈവറ്റ് പ്രൊഡക്ഷൻ, പ്രൈവറ്റ് ഫാക്ടറീസ്, പ്രൈവറ്റ് എൻ്റർപ്രണേഴ്സ്, ഇവരൊക്കെ പ്രവർത്തിക്കുന്ന ഒരു സിസ്റ്റമാണ് ക്യാപിറ്റലിസം. അത് നിങ്ങൾക്കറിയാം. പക്ഷേ ഇവിടെ ചോദിച്ചിരിക്കുന്നതുണ്ടോ, വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ മെർച്ചൻ്റ് ക്യാപിറ്റലിസം ആൻഡ് ഇൻഡസ്ട്രിയൽ ക്യാപിറ്റലിസം? അപ്പോൾ ഇത് നമുക്ക് ഒരു സ്ലൈഡായിട്ട് നമുക്ക് ചെയ്യാൻ സാധിച്ചില്ല. അതുകൊണ്ട് മെർച്ചൻ്റ് ക്യാപിറ്റലിസം ടീച്ചർ ഈ സ്ലൈഡിൽ ചെയ്തു, ഇൻഡസ്ട്രിയൽ ക്യാപിറ്റലിസം നെക്സ്റ്റ് സ്ലൈഡിലാണ് ചെയ്തിരിക്കുന്നത്. ഇത് രണ്ടും നിങ്ങൾ ഒരുമിച്ച് എഴുതുമ്പോഴാണ് ഇതിൻ്റെ ആൻസർ ആകുന്നത് കേട്ടോ. അത് ഓർത്തോണേ, ഇത് രണ്ടും ഒരുമിച്ച് എഴുതുക. വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ മെർച്ചൻ്റ് ക്യാപിറ്റലിസം ആൻഡ് ഇൻഡസ്ട്രിയൽ ക്യാപിറ്റലിസം? അപ്പം മെർച്ചൻ്റ് ക്യാപിറ്റലിസം എന്താണെന്ന് എഴുതുന്നു, ഇൻഡസ്ട്രിയൽ ക്യാപിറ്റലിസം എന്താണെന്ന് എഴുതുന്നു. ഇത് രണ്ടും ഒരുമിച്ച് എഴുതുമ്പോൾ നമ്മുടെ ആൻസറായി. ഇതൊരു ലോങ് ആൻസറാണ്, നമുക്കൊരു 5 മാർക്ക് 6 മാർക്ക് കിട്ടും. ഓക്കെ, so first of all we have to study merchant capitalism. What is merchant capitalism? It happened before geographical exploration.
അപ്പോൾ ഒന്നാമത്തെ ഡിഫറൻസ് പറഞ്ഞേക്കാം. മെർച്ചൻ്റ് ക്യാപിറ്റലിസം സംഭവിച്ചത് ഈ പറയുന്ന ജോഗ്രാഫിക്കൽ എക്സ്പ്ലോറേഷൻസ് ഏത് സെഞ്ചുറിയിലാണ് സ്റ്റാർട്ട് ചെയ്തത്? 14th സെഞ്ചുറി. 14th 15th 16th സെഞ്ചുറിയിലൊക്കെ നടന്ന ജോഗ്രാഫിക്കൽ എക്സ്പ്ലോറേഷൻ, അതായത് സമുദ്രത്തിലൂടെ ഇവർ വഴിയൊക്കെ കണ്ടുപോയ ഈ പറയുന്ന ക്രിസ്റ്റഫർ കൊളംബസും വാസ്കോഡിഗാമയും ഒക്കെ കടലിലേക്ക് ചാടിയതിന് മുമ്പ് നടന്ന കാര്യമാണ്. അതിനൊക്കെ ലോങ് ബിഫോർ നടന്ന സംഭവമാണ് മെർച്ചൻ്റ് ക്യാപിറ്റലിസം. എന്നാൽ ഇൻഡസ്ട്രിയൽ ക്യാപിറ്റലിസമോ ആഫ്റ്റർ ജോഗ്രാഫിക്കൽ എക്സ്പ്ലോറേഷൻ. ഓക്കെ, ജോഗ്രാഫിക്കൽ എക്സ്പ്ലോറേഷന് ശേഷം നടന്ന കാര്യമാണ് ഇൻഡസ്ട്രിയൽ ക്യാപിറ്റലിസം. ജോഗ്രാഫിക്കൽ എക്സ്പ്ലോറേഷന് മുൻപ് നടന്ന കാര്യമാണ് മെർച്ചൻ്റ് ക്യാപിറ്റലിസം. ദാറ്റ് ഈസ് ദ മെയിൻ ഡിഫറൻസ് ബിറ്റ്വീൻ മെർച്ചൻ്റ് ക്യാപിറ്റലിസം ആൻഡ് ഇൻഡസ്ട്രിയൽ ക്യാപിറ്റലിസം. സോ വാട്ട് വാസ് ദിസ് മെർച്ചൻ്റ് ക്യാപിറ്റലിസം? In merchant capitalism, individuals who had been involved in trade become very wealthy and they were referred to as merchant capitalist. അപ്പോൾ മെർച്ചൻ്റ് ക്യാപിറ്റലിസം എന്താണെന്ന് മനസ്സിലാകണമെങ്കിൽ ആദ്യം നമ്മൾ മെർച്ചൻ്റ് ക്യാപിറ്റലിസ്റ്റ് ആരാന്നറിയണം. ലിസ്റ്റ്. മെർച്ചൻ്റ് ക്യാപിറ്റലിസം എന്ന് പറഞ്ഞാൽ ആരാണ്? ഇൻഡിവിജ്വൽസ് ഹു ഹാഡ് ബീൻ ഇൻവോൾവ് ഇൻ ട്രേഡ്. അതായത് ഈ 14th സെഞ്ചുറിക്ക് മുമ്പ്, അതായത് 10, 11, 12 സെഞ്ചുറിയിലൊക്കെ എല്ലാ കാലത്തും നമുക്കറിയാം ആളുകൾ പല ഓക്യുപ്പേഷനുണ്ട്. നമ്മുടെ നാട്ടിൽ പോലും നമ്മൾ ഈ തമിഴകത്തെ പറ്റി പഠിക്കുമ്പോൾ, നിങ്ങൾ 8ാം ക്ലാസ്സിൽ പഠിച്ചതല്ലേ തമിഴകത്തെ പറ്റി പഠിക്കുമ്പോൾ അത് എത്രയോ പ്രിമിറ്റീവ് ടൈമാണ്. ആ സമയത്ത് പോലും ട്രേഡേഴ്സ് ഈ പറയുന്ന നെയ്തലിൽ നിന്നൊക്കെയുള്ള സാധനങ്ങളുമായിട്ട് കുറിഞ്ചിയിലേക്കും മുല്ലയിലേക്കും ഒക്കെ പോകുമായിരുന്നെന്നും അവർ ഈ സാധനങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ബാർട്ടർ സിസ്റ്റത്തിലൂടെ കൈമാറ്റം ചെയ്യുമെന്നും ഒക്കെ നമ്മൾ അല്ലേ, ഉമ്മണാറിനെ പറ്റി ഉമ്മണാർ നമ്മൾ പഠിച്ചതല്ലേ. ഉമ്മണാർ അവരെന്താണ്, ഉപ്പാണ് വിൽക്കുക. ഓക്കെ, അപ്പോൾ എല്ലാ കാലത്തും ആരുണ്ട്? ഈ ട്രേഡേഴ്സ് ഉണ്ട്. അപ്പോൾ ഈ ജോഗ്രാഫിക്കൽ എക്സ്പ്ലോറേഷൻ എന്ന് പറയുന്ന സംഭവം വരുന്നതിന് മുമ്പ് തന്നെ എല്ലാ നാട്ടിലും ട്രേഡേഴ്സ് ഉണ്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെ ആ പഴയ കാലത്തെ ട്രേഡേഴ്സിനെ വിളിക്കുന്ന പേരാണ് മെർച്ചൻ്റ് ക്യാപിറ്റലിസ്റ്റ്. ക്യാപിറ്റലിസ്റ്റ് എന്ന് അവരെ വിളിക്കാം. മെർച്ചൻ്റ് നിങ്ങൾക്ക് മനസ്സിലായി, ട്രേഡേഴ്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് മെർച്ചൻ്റ്. പക്ഷേ ഈ അന്നത്തെ മെർച്ചൻസ് വളരെ വെൽത്തി ആയിരുന്നു. അവർക്കായിരുന്നു ഈ പറയുന്ന അഗ്രികൾച്ചറോ അല്ലെങ്കിൽ മറ്റ് ആർട്ടിസാൻസ് പോലെയുള്ള ആളുകളെക്കാളും സമ്പത്തുണ്ടായിരുന്നത് അന്നും മെർച്ചൻസിനായിരുന്നു. ഇന്നും നിങ്ങൾ നോക്കിക്കേ, നമ്മുടെ ഈ സിറ്റികളിലും മെട്രോപൊളിറ്റൻ സിറ്റികളിലും ഒക്കെ ഉള്ള വലിയ വെൽത്തി പീപ്പിൾ എന്ന് പറയുന്ന ആര് തന്നെയാണ്? ഇന്നും മെർച്ചൻസ് തന്നെയാണ് അല്ലേ. നമ്മുടെ അംബാനിയും അദാനിയും അവരൊക്കെ മെർച്ചൻസ് ആണ്, ബിസിനസ്സുകാരാണ്. നമ്മൾ അവരെ ഇപ്പം ബിസിനസ്സുകാരെന്ന് പറയുന്നു. അപ്പോൾ അന്നത്തെ ബിസിനസ്സുകാരാണ് ഈ മെർച്ചൻസ്. അപ്പോൾ അവർ വളരെ വെൽത്തി ആയിരുന്നു. സോ they were called, referred as merchant capitalist. So individuals who had been involved in trade become very wealthy in that time and they were referred to as merchant capitalist. ഇനി അവരെങ്ങനെയാണ് ഈ പറയുന്ന ട്രേഡും അല്ലെങ്കിൽ പ്രൊഡക്ഷനും ഒക്കെ നടത്തിയിരുന്നത്? ദിസ് ഇക്കണോമിക് സിസ്റ്റം ഈസ് നോൺ ആസ് മെർച്ചൻ്റ് ക്യാപിറ്റലിസം. ഓക്കെ, അപ്പോൾ മെർച്ചൻ്റ് ക്യാപിറ്റലിസ്റ്റിൻ്റെ ആ ഒരു ഇക്കണോമിക് സിസ്റ്റത്തെയാണ് മെർച്ചൻ്റ് ക്യാപിറ്റലിസം എന്ന് പറയുക. ഇനി ഈ സിസ്റ്റം എങ്ങനെ പ്രവർത്തിച്ചു? ഇൻ ദിസ് സിസ്റ്റം merchants supplied raw materials to artisans living in rural areas and the artisans manufactured goods. അപ്പോൾ ശ്രദ്ധിച്ചോണേ, ഈ ഇൻഡസ്ട്രിയൽ ക്യാപിറ്റലിസം എന്ന് പറയുമ്പോൾ ഇതിൽ നിന്നൊക്കെ വ്യത്യാസമുണ്ട്. മെർച്ചൻ്റ് ക്യാപിറ്റലിസം നടക്കുന്ന സമയത്ത് വളരെ പരിമിതമായ രീതിയെ അവർക്കുള്ളൂ. അവർക്ക് വലിയ ഫാക്ടറികളില്ല, അവിടെ വർക്കേഴ്സ് ഇല്ല, അങ്ങനെയൊന്നുമില്ല. ആർട്ടിസാൻസ് ഉണ്ട് അല്ലേ. റൂറൽ ഏരിയ വില്ലേജസിലെ ചില ആളുകളുടെ ഓക്യുപ്പേഷൻ എന്ന് പറയുന്നത് കാർപ്പൻട്രി ആയിരിക്കും, അല്ലെങ്കിൽ ഗോൾഡ് സ്മിത്തും ഒക്കെ ആയിരിക്കും, ബ്ലാക്ക് സ്മിത്ത് ഒക്കെ ആയിരിക്കും. അതായത് ഈ കൊല്ലപ്പണി അല്ലെങ്കിൽ ഗോൾഡ് കൊണ്ടുള്ള പണികൾ, ആഭരണങ്ങൾ ഉണ്ടാക്കുന്നവരെ, അല്ലെങ്കിൽ ട്രേഡേഴ്സ് അല്ല ഇവിടെ ഈ പിന്നെ ആർട്ടിസാൻ്റെ വീവേഴ്സ് അല്ലെ. അന്നത്തെ ഒരു പ്രധാനപ്പെട്ട ആർട്ടിസാൻസ് ആണ് വീവേഴ്സ്. പിന്നെ ഈ പോട്ടറി ഒക്കെ മേക്ക് ചെയ്യുന്നവരുണ്ട്. അങ്ങനെ ധാരാളം ആർട്ടിസാൻസ് ഉണ്ട്. അവരുടെ കയ്യിൽ ഈ മർച്ചൻസ് എന്ത് ചെയ്യും? കുറച്ച് റോ മെറ്റീരിയൽ കൊണ്ട് കൊടുക്കും. ഇവർക്ക് വേണ്ട പ്രോഡക്റ്റ് എന്താണോ വേണ്ടത്. അപ്പോൾ അവർക്ക് കുറച്ച് ടെക്സ്റ്റൈലാണ് വേണ്ടതെങ്കിൽ, അവർക്ക് കുറച്ച് തുണികളാണ് വേണ്ടിയെങ്കിൽ ഇവർ എന്തുകൊണ്ട് കൊടുക്കും? നൂലൊക്കെ കൊണ്ട് കൊടുക്കും. അതാണ് റോ മെറ്റീരിയൽ. ഇത് ഈ ആർട്ടിസാൻസിന് കൊണ്ട് കൊടുത്തിട്ട് അവരോട് പറയും നിങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യാൻ പറയും. അപ്പോൾ ആർട്ടിസാൻസ് എവിടെയാണ് പ്രൊഡ്യൂസ് ചെയ്യുക? അവരുടെ വീടിൻ്റെ തന്നെ ഒരു മുറിയായിരിക്കും ഇവരുടെ വർക്ക് പ്ലേസ് എന്ന് പറയുന്നത്. ഓക്കെ, ആ വർക്ക് പ്ലേസിൽ വളരെ കോട്ടേജ് രീതിയിൽ, കോട്ടേജ് എന്ന് ഒരു വാക്ക് വരുന്നുണ്ട് കേട്ടോ. കോട്ടേജ് രീതിയിൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു സ്മോൾ സ്കെയിൽ പ്രൊഡക്ഷൻ നടത്തുന്നു. സ്വന്തം വീടിനോട് ചേർന്ന് അവരത് ഉണ്ടാക്കും. എന്നിട്ട് ഈ മർച്ചൻ്റ് എന്ത് ചെയ്യും? ആ പ്രോഡക്റ്റ് വന്ന് എടുത്തുകൊണ്ട് പോയി ട്രേഡ് നടത്തും. അപ്പോൾ അവർക്ക് ധാരാളം പ്രോഫിറ്റ് കിട്ടും. ഇങ്ങനെ വളരെ വളരെ ഒരു സ്മോൾ സ്കെയിലിൽ
വളരെ പരിമിതമായിട്ട് നടന്ന ഒരു രീതിയായിരുന്നു അന്നത്തെ പ്രൊഡക്ഷൻ. ഇതിനെയാണ് നമ്മൾ മെർച്ചൻ്റ് ക്യാപിറ്റലിസം എന്ന് പറയുക. ഇൻ ദി സിസ്റ്റം, merchants supplied raw materials to artisans living in rural areas, villages, and the artisans manufactured goods. Okay, only cottage based production. Cottage based production means small scale production. Merchants act as the intermediaries between consumers and producers. അപ്പോൾ പ്രൊഡ്യൂസേഴ്സ് ഈ ആർട്ടിസൻസ് ആണ്, കൺസ്യൂമേഴ്സ് എല്ലാവരും ഈ സാധനങ്ങൾ കൺസ്യൂം ചെയ്യും. അപ്പോൾ ആരാണ് അവരുടെ ഇൻ്റർമീഡിയറി? വാട്ട് ഈസ് ഇൻ്റർമീഡിയറി? മലയാളം വേർഡ് മധ്യവർത്തി ഇൻ്റർമീഡിയറീസ്. ഈ മെർച്ചൻസ് ഇൻ്റർമീഡിയറീസ് ആണ്. ദേ വേർ ദ ഇൻ്റർമീഡിയറീസ്. ആർക്ക് തമ്മിൽ? മേടിക്കുന്ന കൺസ്യൂമേഴ്സിനും ഉണ്ടാക്കുന്ന പ്രൊഡ്യൂസേഴ്സിനും ഇടയിൽ ഇവർ നിൽക്കുന്നു. അവർക്ക് ഇഷ്ടം പോലെ പ്രോഫിറ്റും കിട്ടും. ഓക്കെ, പ്രൊഡ്യൂസേഴ്സിന് എന്താണ് കിട്ടുക? അവരുടെ കൂലി ഒരു ചെറിയ തുകയെ കിട്ടത്തുള്ളൂ. റോ മെറ്റീരിയൽസിന് മെർച്ചൻസ് എന്ത് കൊടുക്കും? വളരെ ഒരു ലോ പ്രൈസ് കൊടുക്കും. അപ്പം ലോ പ്രൈസിൽ റോ മെറ്റീരിയൽ മേടിച്ച് ആർട്ടിസാനെ ഏൽപ്പിക്കുന്നു. ആർട്ടിസാൻ അത് പ്രൊഡ്യൂസ് ചെയ്യുന്നു. അവർക്കൊരു ചെറിയ വേജ് കൊടുക്കുന്നു. എന്നിട്ട് ഈ സാധനം മുഴുവൻ ആര് കൈവശപ്പെടുത്തും? മെർച്ചൻസ്. അവരത് കൊണ്ടുപോയി ആർക്ക് കൊടുക്കും? കൺസ്യൂമേഴ്സിന് കൊടുക്കും. ഈ കൺസ്യൂമേഴ്സിന് അവർ കൊടുക്കുന്ന പ്രൈസ് എന്തായിരിക്കും? ഹൈ പ്രൈസിലായിരിക്കും കൊടുക്കുക. ദാറ്റ് ഈസ് ദ റീസൺ ഫോർ the wealth of this merchant capitalist. So this is merchant capitalism. It happened before the geographical exploration. Do you understand? Then now we are thinking about industrial capitalism. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇൻഡസ്ട്രിയൽ ക്യാപിറ്റലിസം എന്താണ്? It happened after the geographical exploration. ഫസ്റ്റ് തിങ് അത് തന്നെയാണ്. ജോഗ്രാഫിക്കൽ എക്സ്പ്ലോറേഷനൊക്കെ നടന്നു കഴിഞ്ഞ് ഈ യൂറോപ്യന്മാർ വന്ന് ഇന്ത്യയും ആഫ്രിക്കയും അമേരിക്കയും ഒക്കെ എക്സ്പ്ലോർ ചെയ്ത് റോ മെറ്റീരിയലൊക്കെ കണ്ടെത്തി കഴിഞ്ഞുള്ള കാര്യമാണ് ഇൻഡസ്ട്രിയൽ ക്യാപിറ്റലിസം. ഈ വേർഡ് തന്നെ നിങ്ങൾ നോക്കിയാൽ അതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലാകും. ഈ പറയുന്ന സ്മോൾ സ്കെയിൽ കോട്ടേജ് രീതിയിലുള്ള പ്രൊഡക്ഷൻ നിർത്തിയിട്ട് ഇൻഡസ്ട്രികളായി. അതല്ലേ ഇൻഡസ്ട്രിയൽ ക്യാപിറ്റലിസം എന്ന് പറയുന്നത്. ഫാക്ടറി സിസ്റ്റം വന്നെന്ന് അതിൻ്റെ അർത്ഥം. ഇൻഡസ്ട്രീസ്. England started industries using the wealth gained through colonization. So these English people they were the pioneers in industrial capitalism. അതായത് ഇൻഡസ്ട്രിയൽ ക്യാപിറ്റലിസവും ഇൻഡസ്ട്രീസും ഫാക്ടറീസും ഫാക്ടറി സിസ്റ്റവും വർക്കേഴ്സും മെഷീൻസും ഒക്കെ വന്നത് ആദ്യം എവിടെയാണെന്നോ? ഇംഗ്ലണ്ടിലാണ്. സോ ദേ വേർ ദ പയനിയേഴ്സ് എന്ന് നമുക്ക് പറയാം. അവരാണ് തുടക്കക്കാർ. പിന്നെ മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളിലും സ്പെയിനിലും ഫ്രാൻസിലും ഒക്കെ ഇതുപോലുള്ള ഇൻഡസ്ട്രിയലൈസേഷൻ വന്നു. അപ്പോൾ ഇംഗ്ലണ്ടിൻ്റെ പേര് പറയാൻ കാരണം ദേ വേർ ദ ഫസ്റ്റ്. ഇംഗ്ലണ്ട് സ്റ്റാർട്ടഡ് ഇൻഡസ്ട്രീസ് യൂസിങ് ദ വെൽത്ത് ഗെയിൻ ത്രൂ കോളനൈസേഷൻ. അപ്പോൾ കോളനിയിൽ നിന്ന് കൊണ്ടുവന്ന സമ്പത്തെല്ലാം ഉപയോഗിച്ച് ഇംഗ്ലീഷുകാർ എന്ത് ചെയ്തു? അവിടെ ഇൻഡസ്ട്രികൾ തുടങ്ങി. ദോസ് ഹു ഇൻവെസ്റ്റഡ് ഇൻ ദെയർ വെൽത്ത് ഇൻ ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ ബിക്കം ദ ഓണേഴ്സ് ഓഫ് ഇൻഡസ്ട്രീസ് ആൻഡ് മെയ്ഡ് ഹ്യൂജ് പ്രോഫിറ്റ്. ഇൻ ഇൻഡസ്ട്രീസ് ദേ യൂസ് മെഷീൻസ് ആൻഡ് ദേ അപ്പോയിൻറ്റ് വർക്കേഴ്സ് ആൻഡ് those who invest their wealth in industries, they become the owners of that industries or that factories, and they made a huge profit. So this factory system of production is called industrial capitalism. Large scale production was the main feature of this factory system. Large scale, matado small scale, cottage. Okay, so large scale production takes place using machines and workers. അതൊക്കെ എഴുതിക്കോണം. ഇൻഡസ്ട്രിയൽ ക്യാപിറ്റലിസത്തിലെ പ്രത്യേകതയാണ് മെഷീൻസ് ആൻഡ് വർക്കേഴ്സ്. ആർട്ടിസൻസ് എന്തായിരിക്കും ഉപയോഗിച്ചത്? ഹാൻഡ് അല്ലേ? ഹാൻഡ്ലൂം, ഹാൻഡ്. ദിസ് വാസ് ഇൻഡസ്ട്രിയൽ ക്യാപിറ്റലിസം. സോ ഐ ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ് വാട്ട് ഈസ് മെർച്ചൻറ്റ് ക്യാപിറ്റലിസം ആൻഡ് വാട്ട് ഈസ് ഇൻഡസ്ട്രിയൽ ക്യാപിറ്റലിസം. സോ ഇത് രണ്ടും കൂടി ഒരുമിച്ച് ചോദിച്ചാൽ നിങ്ങൾക്കൊരു 5 മാർക്ക് 6 മാർക്ക് കിട്ടും. രണ്ടും അങ്ങ് എഴുതി വെച്ചോണം. 3 മാർക്ക് അവിടെയും 3 മാർക്ക് ഇവിടെയും. ഓക്കെ, ഇപ്പം നമുക്ക് പെട്ടെന്ന് അടുത്ത ഇതിലേക്ക് പോകാം. വാട്ട് വേ ദ മേജർ ചേഞ്ചസ് ദാറ്റ് ടുക്ക് പ്ലേസ് ആസ് പാർട്ട് ഓഫ് ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ. അപ്പോൾ ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ, ഫാക്ടറി സിസ്റ്റം, വർക്കേഴ്സ്, മെഷീൻസ്, ഓക്കെ, ഹ്യൂജ് പ്രൊഡക്ഷൻ ഒക്കെ വന്നു കഴിഞ്ഞപ്പോൾ എന്തൊക്കെ ചേഞ്ചസ് അവിടെ ഉണ്ടായി? പ്രൊഡക്ഷൻ വാസ് മെക്കനൈസ്ഡ്. മെഷീൻസ് ഇൻ പ്രൊഡക്ഷൻ ദേ യൂസ്ഡ് മെഷീൻസ്. ദാറ്റ് മീൻസ് പ്രൊഡക്ഷൻ വാസ് മെക്കനൈസ്ഡ്. Advancement in metallurgy leading to the production of better tools. So metallurgy, what is metallurgy? മെറ്റൽ ഉപയോഗിച്ച് വിവിധ സാധനങ്ങൾ, ടൂൾസ്, എക്യുപ്മെൻറ്റ്സ്, വെപ്പൺസ് ഒക്കെ ഉണ്ടാക്കുന്ന ആ ഒരു സയൻസിന് പറയുന്ന പേരാണ് മെറ്റലർജി. അതിന് കെമിസ്ട്രിയുമായിട്ടൊക്കെ ഒരു ബന്ധമുണ്ട്.
ഓക്കെ, എന്തൊക്കെ മെറ്റൽസ് കൂട്ടിച്ചേർത്താൽ പുതിയ അലോയ്സ് ഉണ്ടാക്കാമെന്നൊക്കെ അവർ കണ്ടുപിടിച്ചു. ഇതെല്ലാം മെറ്റലർജിയാണ്. അപ്പോൾ മെറ്റലർജി അന്നത്തെ കാലത്ത് ഈ 18th സെഞ്ച്വറിയിലൊക്കെ വളരെ പ്രോഗ്രസീവായി. അതിൻ്റെ ഫലമായിട്ട് ദേ മെയ്ഡ് ബെറ്റർ ടൂൾസ്, ബെറ്റർ മെഷീൻസ്. സ്റ്റീം വാസ് യൂസ്ഡ് ആസ് എ സോഴ്സ് ഓഫ് എനർജി. സ്റ്റീം എൻജിനൊക്കെ കണ്ടുപിടിച്ചു. സ്റ്റീം എന്താണ്? ആവി അല്ലേ, ആവി. അപ്പോൾ ആവി എൻജിനൊക്കെയാണ് ആദ്യകാലത്ത് കണ്ടുപിടിച്ചത്. അതായിരുന്നു അവരുടെ പവർ. ഈ ഫ്യൂവൽസ് ഒക്കെ ഉപയോഗിക്കുന്നതിന് മുമ്പ് വന്ന ഒരു എനർജി സോഴ്സ് എന്ന് പറയുന്നത് സ്റ്റീമായിരുന്നു. സോ ഇൻ ഇംഗ്ലണ്ട് ദിസ് സയൻറ്റിസ്റ്റ് ദേ ഇൻവെൻറ്റ് സ്റ്റീം എൻജിൻസ്. സോ ദേ യൂസ്ഡ് ഇൻ ഫാക്ടറീസ് ദേ യൂസ് ദിസ് സ്റ്റീം ഫോർ moving this huge machines etc. So steam was used as a source of energy. That was the major change took place in industrial revolution. Then transport facilities developed. They made so many roads and railway lines. Okay, so transport facilities were developed in industrial revolution. അപ്പോൾ ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ്റെ ഭാഗമായിട്ട് ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റി ഡെവലപ്പായി, സ്റ്റീം യൂസ് ചെയ്യാൻ തുടങ്ങി, അഡ്വാൻസ്മെൻറ്റ് ഇൻ മെറ്റലർജി ഉണ്ടായി, പ്രൊഡക്ഷൻ എല്ലാം മെക്കനൈസ്ഡ് ആയി. പ്രൊഡക്ഷൻ ഷിഫ്റ്റഡ് ഫ്രം കോട്ടേജ് ടു ഫാക്ടറി. അപ്പോൾ വീടുകളിലോടനുബന്ധിച്ചുള്ള കോട്ടേജ് ഇൻഡസ്ട്രി എങ്ങോട്ട് മാറ്റി? ദേ ഷിഫ്റ്റഡ് ഇറ്റ് ടു ഫാക്ടറി സിസ്റ്റം. ഓക്കെ, ദീസ് ആർ ദ ചേഞ്ചസ് വി ക്യാൻ നോട്ടീസ്ഡ് ഇൻ ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ. ദീസ് ആർ ദ ചേഞ്ചസ്. ഓക്കെ, then it is the effective utilization of wealth that helped the industrialization of England. Prepare a note. അപ്പം നമ്മൾ ഏറ്റവും കൂടുതൽ അഭിനന്ദനം കൊടുക്കേണ്ട ഒരു രാജ്യം ഇംഗ്ലണ്ടാണ് അല്ലേ. അവർക്ക് കിട്ടിയ കോളനൈസേഷൻ്റെ ഭാഗമായിട്ട് അവർക്കുണ്ടായ വെൽത്ത് അവർ പാലസ് മോടി പിടിപ്പിക്കാനോ റിനോവേറ്റ് ചെയ്യാനോ അല്ല ഉപയോഗിച്ചത്. പകരം അവർ ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനികൾ തുടങ്ങിയിട്ട് അവരെന്ത് ചെയ്തു? അവരുടെ ആ പ്രോഫിറ്റിനെ അവർ തിരിച്ച് റീഇൻവെസ്റ്റ് ചെയ്തു. അതാണ് അവരുടെ മിടുക്ക്. അതുകൊണ്ട് അവർക്ക് എന്തുണ്ടാക്കാൻ പറ്റി? കൂടുതൽ അഡ്വാൻസ്മെൻ്റ് ഉണ്ടാക്കാൻ പറ്റി, ഡെവലപ്മെൻറ്റ് ഉണ്ടാക്കാൻ പറ്റി, ഇൻഡസ്ട്രിയലൈസേഷൻ വരാൻ പറ്റി, അവർക്ക് മെഷീൻസ് ഉണ്ടാക്കാൻ പറ്റി, സയൻറ്റിസ്റ്റുകളെ അവർക്ക് പ്രൊമോട്ട് ചെയ്യാൻ പറ്റി, ഇൻവെൻഷൻസ് നടത്താൻ പറ്റി. അപ്പോൾ വളരെ എഫക്റ്റീവായിട്ട് വെൽത്ത് യൂട്ടിലൈസ് ചെയ്ത ഒരു രാജ്യമാണ് ഇംഗ്ലണ്ട്. അത് ശരിയാണോ എന്നാണ് ഇവർ ചോദിച്ചേക്കുന്നത്. യെസ്, നമുക്ക് അവരോട് യോജിക്കാം. യെസ്, ഇറ്റ് ഈസ് ദ എഫക്റ്റീവ് യൂട്ടിലൈസേഷൻ ഓഫ് വെൽത്ത് ദാറ്റ് ഹെൽപ്പ് ഇൻ ദ ഇൻഡസ്ട്രിയലൈസേഷൻ ഓഫ് ഇംഗ്ലണ്ട്. ഇതാ നമ്മൾ പഠിച്ചതിൻ്റെയൊക്കെ ഒരു സമ്മറിയായി തന്നിരിക്കുന്നത് കേട്ടോ. ദ ഇംഗ്ലീഷ് കണ്ടക്റ്റഡ് ദെയർ കൊളോണിയൽ ട്രേഡ് ത്രൂ ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനി. ദാറ്റ് വാസ് ദ ഫസ്റ്റ് തിങ്. ഇംഗ്ലീഷുകാരുടെ രാജാവ് അല്ലെങ്കിൽ റാണി ക്യൂൻ അവരൊന്നുമല്ല നേരിട്ട് ഈ ട്രേഡും കാര്യങ്ങളും നടത്തിയത്. അതിനൊരു കമ്പനി ഉണ്ടായിരുന്നു. ഇന്ത്യയിൽ നടത്തിയ കമ്പനിയുടെ പേര് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി അല്ലേ, ആ കമ്പനിയായിരുന്നു. അപ്പോൾ ഇംഗ്ലീഷ് കണ്ടക്റ്റഡ് ദെയർ കൊളോണിയൽ ട്രേഡ് ത്രൂ ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനി. The companies in England reinvested their profit back into their business. That was another thing. This reinvestment substantially contributed to the growth of industries in England, playing a crucial role in economic development. So this reinvestment was the real reason for the growth of industries in England, and they became the pioneers in industrial revolution. ഓക്കെ, അപ്പോൾ അവർ റീഇൻവെസ്റ്റ് ചെയ്തു എന്നുള്ളത് നിങ്ങൾ പ്രത്യേകം ഓർത്തിരിക്കുക, അത് എഴുതുക. ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനിയുടെ കാര്യവും എഴുതണം. ഓക്കെ, ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ എന്താണ് നമുക്ക് പെട്ടെന്നൊന്ന് പഠിക്കാം. ഇൻ 18th സെഞ്ച്വറി ദെയർ വാസ് എ റൈസ് ഓഫ് ഫാക്ടറീസ് ഇൻ ഇംഗ്ലണ്ട്. റൈസ് ഓഫ് ഫാക്ടറീസ്, ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ നമ്മൾ ഓൾറെഡി പഠിച്ചത് തന്നെയാണ്. 18th സെഞ്ച്വറിയിലാണ് ഇത് സംഭവിച്ചത്. ഫാക്ടറി സിസ്റ്റം സ്റ്റാർട്ടഡ് ഇൻ ഇംഗ്ലണ്ട്. ദീസ് ഫാക്ടറീസ് ക്യാരിഡ് ഔട്ട് മാസ് പ്രൊഡക്ഷൻ യൂസിങ് മെഷീൻ. സോ ഇൻ ഫാക്ടറീസ് ദേ യൂസ് മെഷീൻസ് ആൻഡ് വർക്കേഴ്സ് ആൻഡ് ദ പ്രൊഡക്ഷൻ mass production. They increased the production. The introduction of machinery into the manufacturing sector brought about many changes. So they used machinery. Okay, such changes in production process between 1780 and 1850 described as industrial revolution. അപ്പോൾ ഒരു 1780 തൊട്ട്, അതായത് 1780 എന്നൊക്കെ പറയുമ്പോൾ 18th സെഞ്ച്വറി ആയി. 1780 തൊട്ട് 1850 വരെ എത്ര വർഷം എടുത്തു? ഒരു 70 years അല്ലേ, 70ഓളം വർഷങ്ങളെടുത്തു. 1850 വരെ അവിടെ നടന്ന ഈ ഒരു മാസ് പ്രൊഡക്ഷൻ, ഈ ഒരു പ്രൊഡക്ഷൻ പ്രോസസ്, ഫാക്ടറി സിസ്റ്റം, ഇതിന് പറയുന്ന പേരാണ് ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ. ഓക്കെ സ്റ്റുഡൻസ്, അപ്പോൾ ഇൻഡസ്ട്രിയൽ റെവല്യൂഷനെ പറ്റി നിങ്ങൾക്ക് ഇതെല്ലാം എഴുതാം കേട്ടോ. മാർക്ക് അനുസരിച്ച് എഴുതിക്കോണം, സ്കോർ നോക്കിക്കോണേ. ദെൻ എക്സാമിൻ ദ മെറിറ്റ്സ് ആൻഡ് ഡിമെറിറ്റ്സ് ഓഫ് ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ. ഇൻഡസ്ട്രിയൽ റെവല്യൂഷനെ ഏത് കാര്യത്തിനാണെങ്കിലും നമുക്കറിയാം മെറിറ്റ്സും ഉണ്ട് ഡിമെറിറ്റ്സും ഉണ്ട്. അപ്പോൾ ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ, ഫാക്ടറി സിസ്റ്റം, ഹ്യൂജ് പ്രൊഡക്ഷൻ, വർക്കേഴ്സ്, മെഷീൻസ്, യൂസ് ഓഫ് മെഷീൻസ് ആൻഡ് അപ്പോയിൻമെൻറ്റ് ഓഫ് വർക്കേഴ്സ്, എൻട്രപ്രനേഴ്സ്, പ്രോഫിറ്റ്, ഇതൊക്കെ വന്നപ്പോൾ ഹ്യൂജ് പ്രൊഡക്ഷൻ, എന്തൊക്കെ മെറിറ്റ്സ് സംഭവിച്ചു, എന്തൊക്കെ ഡിമെറിറ്റ്സ് സംഭവിച്ചു.
നിങ്ങളുടെ ടെക്സ്റ്റിൽ പേജ് നമ്പർ 76 സെൻറ്റ് ഗിൽസ് എന്ന് പറഞ്ഞുകൊണ്ടൊരു സംഭവം കൊടുത്തിട്ടുണ്ട്, ഒരു കാർട്ടൂണ്. സെൻറ്റ് ഗിൽസ് കാർട്ടൂണിനകത്തോട് നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്കണേ. ഇമേജ് ഓഫ് സെൻറ്റ് ഗിൽസ് സ്ലം, ഒരു സ്ലമ്മിൻ്റെ ഒരു കാർട്ടൂൺ തന്നിരിക്കുകയാണ്. സ്ലം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ, ഒരു ചേരി പ്രദേശത്തിൻ്റെ പടമാണ്. അവിടുത്തെ ആളുകളുടെയൊക്കെ ഡ്രസ്സും അവരുടെ ഷേപ്പും അവിടെ കിടക്കുന്ന വേസ്റ്റും അവരുടെ ജീവിത സാഹചര്യങ്ങളും ഒക്കെ കാണിച്ചേക്കുന്ന കണ്ടോ. അതൊന്ന് വായിച്ച് നോക്കണം. അത് നിങ്ങൾക്ക് വായിക്കാൻ തന്നിരിക്കുന്ന ഭാഗമാണ്. ആ കാർട്ടൂണിനകത്തുനിന്ന് നമുക്ക് ഒരു കാര്യം വ്യക്തമാണ്. ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ്റെ ഭാഗമായിട്ട് വർക്കേഴ്സിൻ്റെ ജീവിതം വളരെ പത്തറ്റിക്കായി മാറി, മിസറീസായി മാറി. വളരെ എന്താണ്, പോവർട്ടി, എപ്പിഡമിക്സ്, എക്സ്പ്ലോയിറ്റേഷൻ, ഇതൊക്കെയാണ് അതിൻ്റെ ഡീമെറിറ്റ്. അതിന് ഒത്തിരി മെറിറ്റ്സ് ഉണ്ട് കേട്ടോ. എന്തൊക്കെയാണ് മെറിറ്റ്സ് എന്ന് നോക്കിയേ? റൈസ് ഓഫ് ഫാക്ടറീസ്, ഇൻക്രീസ് ഇൻ പ്രൊഡക്ഷൻ, ന്യൂ എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി, റൈസ് ഓഫ് സിറ്റീസ് ആൻഡ് അർബനൈസേഷൻ, അർബൻ ലൈഫ്, ബെറ്റർ ലിവിങ് കണ്ടീഷൻ. ആർക്കാ? കുറച്ച് പേർക്ക്, എൻ്റർപ്രനേഴ്സിനൊക്കെയാണ്. ഓക്കെ, റൈസ് ഓഫ് ഫാക്ടറീസ്, പ്രൊഡക്ഷൻ ഇൻക്രീസ്, പ്രോഫിറ്റ് ഇൻക്രീസ്, ന്യൂ എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി. ശരിയല്ല, ഒത്തിരി പേർക്ക് ജോലി കിട്ടി ഫാക്ടറീസിൽ. അർബനൈസേഷൻ, സിറ്റീസ്, അർബൻ ലൈഫ് ഒക്കെ ഉണ്ടായി. ബെറ്റർ കണ്ടീഷൻസും ഉണ്ടായി, അത് കുറച്ച് പേർക്കാണേ. ഡീമെറിറ്റ്സ് നോക്കിയേ, എക്സ്പ്ലോയിറ്റേഷൻ ഓഫ് ലേബറേഴ്സ്, അവരെ ലോ വേജ്, ലോങ് അവേഴ്സ് ഓഫ് വർക്ക്, ഇതായിരുന്നു അവിടുത്തെ കാര്യം. അതായത് ചില ആളുകളൊക്കെ 18 hours, 24 hours ആകെ ഉള്ളൂ, അതിൽ 18 hours, 19 hours വർക്ക് ചെയ്യണമായിരുന്നു. അതുപോലെ വളരെ അപകടം പിടിച്ച കാര്യങ്ങളിൽ, ചിമ്മിനികളിലൊക്കെ കയറി അതൊക്കെ വൃത്തിയാക്കുക, അവരുടെ ഹെൽത്തൊക്കെ പോയി. ഈ വർക്കേഴ്സൊക്കെ വളരെ പെട്ടെന്ന് മരിച്ചു പോകുമായിരുന്നു, രോഗങ്ങൾ വന്നേ. മനസ്സിലായോ? പോവർട്ടി, എപ്പിഡമിക്സ്. എന്താണ് ഈ എപ്പിഡമിക്സ്? പകർച്ചവ്യാധികൾ. ലോങ് വർക്കിംഗ് അവേഴ്സ്, ലോ വേജ്. ദെൻ റൈസ് ഓഫ് സ്ലംസ്, ചേരികളുണ്ടായി. കാരണം വീടില്ല, എല്ലാവരും അടുത്തടുത്ത് താമസിച്ചു. സ്ലംസ്, ബിസി ആൻഡ് പൊല്യൂട്ടഡ് സിറ്റീസ്, വളരെ പൊല്യൂട്ടഡ് ആയിട്ടുള്ള സിറ്റീസ്. മിസറബിൾ ലൈഫ് ഓഫ് ലേബറേഴ്സ് ആൻഡ് സിറ്റീസ്. സോ ദ ഡീമെറിറ്റ്സ് ആർ മോർ ദാൻ ദ മെറിറ്റ്സ്, അല്ലേ? ഇനി അങ്ങനെ പറഞ്ഞ് ടീച്ചർ അങ്ങനെ പറഞ്ഞാലും നിങ്ങൾ ബാലൻസ് ചെയ്തും വേണം നമുക്ക് പറയാം. ഓക്കെ, അപ്പോൾ നോക്കിക്കേ, ഇൻഡസ്ട്രിയലൈസേഷന് മെറിറ്റ്സ് ഉണ്ട്, അതുപോലെ തന്നെ ഡീമെറിറ്റ്സും ഉണ്ട്. ഇതങ്ങ് പഠിച്ചോണേ, മെറിറ്റ്സ് ആൻഡ് ഡീമെറിറ്റ്സ് ഓഫ് ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ. അപ്പം നമ്മുടെ സമയം തീർന്നിരിക്കുകയാണ്. നമ്മളിനി പുതിയൊരു ഭാഗം ഞാൻ അടുത്ത ക്ലാസ്സിലേക്ക് വെക്കുകയാണ്. ഇമ്പീരിയലിസം. എന്താണ് ഇമ്പീരിയലിസം? അതിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്? അതുപോലെ തന്നെ ഇമ്പീരിയലിസം എങ്ങനെ യൂറോപ്യൻ കൺട്രീസിനെ അഫക്റ്റ് ചെയ്തു? അങ്ങനെ ഇമ്പീരിയലിസം എന്നുള്ള ഒരു ന്യൂ വേർഡ് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ പഠിക്കാം. അതിനോടൊപ്പം നമ്മൾ ഫസ്റ്റ് വേൾഡ് വാറും സെക്കൻഡ് വേൾഡ് വാറും പഠിക്കുന്നു. ഓക്കെ, അപ്പോൾ താങ്ക് യു ചിൽഡ്രൻ, താങ്ക് യു സോ മച്ച്. മേ ഗോഡ് ബ്ലെസ് യു ഓൾ.